ഹായ് ടീച്ചർ. ഹായ് മക്കളെ, ഞാൻ ടീച്ചർ. ഇന്ന് ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി മാജിക് ഇറേസേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. മാജിക് ഇറേസേഴ്സ് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. അതിനു മുൻപ് നമുക്ക് ഡോക്ടർ ബിട്ടുവിന്റെ ക്ലാസ് കേൾക്കാം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ ബിട്ടു. നിങ്ങൾ കുട്ടികൾ വികസിപ്പിക്കേണ്ട മറ്റു അടിസ്ഥാന ശുചിത്വ ദിനചര്യകളെ പറ്റി പറയാം. ദിവസത്തിൽ 2 തവണ പല്ല് ബ്രഷ് ചെയ്യുക, പതിവായി കുളിക്കുക, പതിവായി മുടി കഴുകുക, ദിവസവും വൃത്തിയും വെടുപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അവരവരുടെ മുറികൾ വൃത്തിയായി സൂക്ഷിക്കുക, എപ്പോഴും ഉപയോഗശേഷം ടോയ്ലറ്റുകൾ ഫ്ലഷ് ചെയ്യുക, വളരുന്നതിനനുസരിച്ച് നഖങ്ങൾ മുറിക്കുക, നഖങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിച്ചല്ലോ. ഇതൊക്കെ ദിവസവും ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ടീച്ചറുടെ ക്ലാസ്സിലേക്ക് പോയാലോ? ടീച്ചർ എന്താണ് പറയുന്നത് നോക്കാം. മക്കളെ, ഡോക്ടർ ബിട്ടുവിന്റെ ക്ലാസ് കേട്ടല്ലോ. അപ്പൊ ടീച്ചർ വാക്ക് പാലിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മാജിക്കൽ ഇറേസർ. ശരിക്കും മാജിക്കൽ ഇറേസർ ഒന്നുമല്ല കേട്ടോ. എന്നാലും എന്താ, ടീച്ചർ ഒരു മാജിക് പഠിപ്പിച്ചു തരാം. ഇത് ഇറേസേഴ്സ് ആണ്. ഇറേസർ എന്ന് പറയാൻ എന്താ, നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോഴോ എഴുതുമ്പോഴൊക്കെയോ നമുക്ക് തെറ്റ് വന്നാൽ നമ്മൾ ഇറേസർ വെച്ചാണ് അത് മായ്ച്ച് കളയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തെളിഞ്ഞു വന്ന വരകളൊക്കെ നമുക്ക് ഇതുകൊണ്ട് മായ്ച്ച് കളയാൻ പറ്റും. അങ്ങനെ 3 കളറിലുള്ള ഇറേസേഴ്സ് ആണ് ടീച്ചർ എടുത്തിട്ടുള്ളത്. കണ്ടോ 3 എണ്ണം? അത് നമുക്ക് ആദ്യത്തെ നോക്കൂ. എന്താ ഇതിൻ്റെയൊക്കെ ഷേപ്പ് എന്താണ്? ഫ്ലവർ ഷേപ്പാണല്ലേ. അപ്പം ഈ ഇറേസർ റെഡില് യെല്ലോ ആണ്. അടുത്തൊരു ഇറേസർ നോക്കൂ. ഓക്കെ, ഇതെങ്ങനെയാണ്? ഒരു റെഡ് ഫ്ലവർ ആണ്, അതിൽ ഒരു യെല്ലോ കളർ റൗണ്ട് വരുന്നുണ്ട്. അടുത്ത ഇറേസറിൽ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. യെല്ലോയിൽ റെഡ്, പിന്നെ ഒന്നിൽ ബ്ലൂ കളറിൽ പിങ്ക് കളറാണ്. അങ്ങനെ 3 ഇറേസേഴ്സ് കണ്ടല്ലോ. ഇനി ടീച്ചർ കാണിക്കാൻ പോകുന്നത് ഈ ഇറേസർ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ്. ഇറേസർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാം അല്ലേ? പക്ഷെ നമ്മളൊരു മയത്തിലൊക്കെ വേണം ഇറേസർ യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ബുക്കിൻ്റെ പേജ് നമ്മളെന്താ കീറാനൊന്നും പറ്റില്ല. നമുക്ക് എപ്പോഴും വേണ്ട ബുക്കല്ലേ. അപ്പോൾ കീറാണ്ട് നമ്മൾ മെല്ലെ ഒരു മയത്തിലൊക്കെ വേണം ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിലത്തെ ഡസ്റ്റൊക്കെ എന്താ, നമ്മൾ കൈവച്ച് മെല്ലെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ എന്താ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകൊക്കെ വേണം. ഓക്കെ, അത് നമ്മളെ വൃത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ 3 ഇറേസേഴ്സിലും നമ്മൾ ആദ്യം ഒരു പെൻസിൽ വെച്ച് എഴുതി നമ്മൾ മായ്ച്ച് കളയുകയാണ്. അപ്പം എന്താ, ഇത് 3 ഇറേസറാണെന്ന് മക്കൾക്ക് മനസ്സിലായി. കണ്ടോ, നമുക്ക് എന്താ നമ്മൾ വരച്ചതൊന്നും നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറേസ് ചെയ്തു. നമ്മൾ ആ പൊടിയൊക്കെ എന്താ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അപ്പം ഇത്രയാണ് നമ്മൾ ഇറേസറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം. അതൊരു ഫങ്ഷനാണ്. ഇനി നമ്മൾ എന്താ, എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ അറിയോ? എല്ലാവർക്കും അറിയണം എന്നില്ല അല്ലേ? സോ നമ്മൾ വരയ്ക്കാൻ അറിയാത്തവർക്കാണ് ഈ ട്രിക്ക്. നമുക്കൊരു ചിത്രം വരച്ച് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് എടുക്കുക. എന്നിട്ട് നമ്മളത് അതിൻ്റെ ട്രേസ് എടുക്കുക എന്ന് പറയും. നമ്മൾ അതേപോലെ ഒന്ന് അച്ചടിച്ചെടുക്കുക. അതിൻ്റെ അകത്ത് നമ്മളൊരു റൗണ്ട് ഷേപ്പല്ലേ ഉള്ള ഒരു സർക്കിൾ അതും വരച്ചു കൊടുത്തു. അപ്പം അതുപോലെ നമുക്ക് 3 ഇറേസർ ഉണ്ട്. നമ്മൾ അതേപോലെ സെക്കൻഡ് ഇറേസറിനെയും നമ്മൾ ട്രേസ് എടുക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ ഏത് ഷേപ്പാണെന്നാണ് ടീച്ചർ നേരത്തെ പറഞ്ഞത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫ്ലവർ ഷേപ്പാണ്. അതായത് ഒരു പൂവിൻ്റെ ഷേപ്പും അതുപോലെയുള്ള കളറുമാണ് ഇതിനുള്ളത്. അപ്പം നമ്മൾ 3ാമത്തേതും നമ്മൾ എന്ത് ചെയ്തു? ട്രേസ് എടുത്തു. അതേപോലെ അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ വരച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മളെന്താ ആ റൗണ്ട് ആ ഒരു സർക്കിൾ ഷേപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ വരച്ചു. അപ്പോൾ നമ്മൾ കളർ ഐഡൻറ്റിഫൈ ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഈ ഇറേസറിൻ്റെ കളർ ഏതാണ്? റെഡ്. അതേപോലെ എന്താണ്? റെഡ് കളറാണ്. റെഡ് കളർ നമ്മൾ ആദ്യം ഒരു ചിത്രത്തിന് നമുക്ക് ഇതേപോലെ ഈ ഇറേസറിനെ കാണാനുള്ളത് പോലെ തന്നെ നമുക്ക് ഓരോ ചിത്രവും കളർ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡ് കളറിൽ
പൂവ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ വരച്ച ആ പൂവിന് നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നുള്ളത്. കണ്ടോ, കളർ കൊടുക്കുന്നത് എങ്ങനെയാണ് നമുക്കൊക്കെ അറിയോ? എങ്ങനെയാണ്? പുറത്തൊന്നും പോവാതെ നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യാണ്ട് ഇങ്ങനെ കുത്തി വരക്കുന്ന പോലെ അല്ലാണ്ട് ഒരു കലാത്മകമായിട്ട് കലാപരമായിട്ട് നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആ ഇറേസറിൻ്റെ നടുവിലുള്ള കളർ ഏതാണ്? യെല്ലോ കളർ. യെല്ലോ കളർ നമ്മൾ എടുത്തു. ആ റെഡിൻ്റെ നടുക്ക് കൂടി നമ്മൾ യെല്ലോ കളറും കൂടി വരച്ചെടുത്തു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പിക്ചർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കണ്ടില്ലേ ഒരേപോലെയുള്ളത്? നമ്മൾ അടുത്ത ഇറേസർ എടുത്തു. അതിൻ്റെ കളർ ഏതാണ്? ഒന്ന് പറഞ്ഞേ, ഉഷാറിൽ പറ. യെസ്, യെല്ലോ കളർ. യെല്ലോ കളർ അങ്ങനെ നമ്മൾ വരയ്ക്കുകയാണ്. കണ്ടോ എത്ര സിമ്പിളാണ്. കുട്ടികൾ വരയ്ക്കുമ്പോൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. ആദ്യം ഔട്ടർ ലൈന് ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, ആ വരയോ നമ്മളൊന്ന് വരച്ചെടുക്കുക. അതേപോലെ ഉള്ളിലൊരു സർക്കിളില്ല, അതിൻ്റെ ചുറ്റിനും ഒന്ന് യെല്ലോ കളർ വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പുറത്തൊന്നും പോവാതെ ഫുള്ള് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വരച്ചെടുക്കുക. കണ്ടോ, സിമ്പിളാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, യെല്ലോ കളറിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനം എവിടെ നിന്നാണോ എടുത്തത് ആ ഒരു പ്ലേസിൽ കൊണ്ടുവെക്കുക. അതൊരു നല്ല ശീലമാണ്. പിന്നെന്താ, നമ്മൾ റെഡ് കളറാണ് അതിൻ്റെ നടുവിലുള്ളത്. ആ റെഡ് കളർ നമ്മൾ വരച്ചെടുത്തു. ഇപ്പം നമ്മൾ 2 ഇറേസർ ചെയ്തെടുത്തു. കണ്ടോ, ഏകദേശം ഒരുപോലെ ഇല്ലേ 2 ഇറേസറും കാണുമ്പം? നമ്മൾ ഫസ്റ്റ് ഇറേസറും സെക്കൻഡ് ഇറേസറും സെയിം ഉണ്ട്. നമ്മൾ ഇനി തേർഡ് ഇറേസറിൽ ഏതൊക്കെ കളർ ഉള്ളത്? ബ്ലൂ കളർ ഉണ്ട്, അതേപോലെ പിങ്ക് കളർ ഉണ്ട്. ആദ്യം നമ്മൾ ബ്ലൂ കളറാണ് എടുക്കുന്നുള്ളത്. 2 ബ്ലൂ കളർ ഉണ്ട് അല്ലേ നമ്മളെ ക്രയോൺസിൽ? അപ്പം അതിൽ ഒരു ഇൻഡിഗോ കളർ, ഡീപ് ബ്ലൂ കളറാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഇറേസറിൻ്റെ കളർ. നമ്മൾ ആ കളർ എടുത്തു, നമ്മളത് ഔട്ട്ലൈൻ ചെയ്തു. ആ ഒരു പിക്ചർ ഔട്ട്ലൈൻ ചെയ്ത് വരച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നുള്ളത്? നമ്മൾ കളർ ചെയ്യാണ്. അപ്പം നമ്മൾ ആ ഡീപ് ബ്ലൂ കളർ, ഇൻഡിഗോ കളർ എന്ന് പറയുന്നുള്ള ആ ഒരു കളർ നമ്മൾ ആ ഫ്ലവറിന് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, കണ്ടോ, നമ്മൾ വൈറ്റ് പോർഷനൊന്നും കാണാത്ത രീതിക്ക് എല്ലാ ഭാഗത്തും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കളർ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള കളർ ഏതാണ്? പിങ്ക് കളർ. അപ്പോൾ പിങ്ക് കളർ നമ്മൾ എടുത്തു, അത് വരച്ച് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് എവിടെ നിന്നാണോ എടുത്തത് ആ ഒരു പ്ലേസിൽ തന്നെ വെച്ചു. കണ്ടോ, ഇപ്പം നമ്മൾ 3 ഇറേസേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ 3 ഒറിജിനൽ ഇറേസേഴ്സ് ആണ്. അതിൻ്റെ കണ്ടോ ടീച്ചർ വരച്ചെടുത്ത 3 എണ്ണം. കുട്ടികൾക്ക് ഇതുപോലെ വരയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. കണ്ടോ, റെഡ് കളറിൻ്റെ നടുവിൽ യെല്ലോ കളറിൻ്റെ നടുവിൽ റെഡ് കളർ, അതേപോലെ ബ്ലൂ കളറിൻ്റെ നടുവിൽ പിങ്ക് കളറുള്ള 3 ഇറേസേഴ്സിൻ്റെ നമ്മൾ ട്രേസ് എടുത്തു, അതേപോലെ കളർ ചെയ്തു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരേക്കും മക്കളെല്ലാവരും ഡോക്ടർ ബിട്ടു പറഞ്ഞ കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ടേക്ക് കെയർ കുട്ടികളെ, ബൈ. ഹായ്, ഞാൻ ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി